ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യോർ ഓൺലൈൻ ടീച്ചർ. ഒരുപാട് പേര് റിക്വസ്റ്റ് ആണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. നിങ്ങൾക്കറിയാം, നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നിന്ന് 20 മാർക്കാണ് മാക്സിമം ലഭിക്കുക. ഓപ്ഷൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്ത് 26 മാർക്കിൻ്റെ ചോദ്യപേപ്പറാണ് നമുക്കവിടെ വരുന്നത്. അതിൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് വരുന്നത് 5, സ്പ്രെഡ്ഷീറ്റിൻ്റെ വെയിറ്റേജ് 6, യൂസ് സ്പ്രെഡ്ഷീറ്റ് 4 മാർക്ക്, ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്സിൽ നിന്ന് 3 മാർക്കും, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പാക്കേജിൽ നിന്ന് 6 മാർക്കും, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നിന്ന് 2 മാർക്കുമാണ്. കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 20 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. 20 അല്ലെങ്കിൽ 18 സ്കോർ ചെയ്യാം. 1 വേർഡ് തെറ്റിയാലേ ഉള്ളൂ. സോ നിങ്ങൾക്ക് പെട്ടെന്ന് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, മുഴുവൻ ക്വസ്റ്റ്യൻസും അല്ല നോക്കുന്നത്, ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ ടൈപ്സ് ഓഫ് കോഡിങ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. കോഡ് 301 to 39 ഫോർ സോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോപ്പിന് 301 തൊട്ട് 399 വരെ ഈ കോഡാണെന്ന് പറഞ്ഞാൽ ഇത് ഏത് ടൈപ്പ് കോഡാണ്? അത് ഓരോ ബ്ലോക്ക് ആയിട്ട് കൊടുക്കുന്ന കോഡായതുകൊണ്ട് തന്നെ ബ്ലോക്ക് കോഡ് എന്ന് പറയും. ഡേറ്റ, പീപ്പിൾ, ഹാർഡ്വെയർ, ഇത് മൂന്നും എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ കമ്പോണന്റ് ആണ്. ഇതിൽ ഓഡ് വൺ ആയിട്ടുള്ളത് വൈറസ് ആണ്. CIS ഉം MIS-ന്റെയും ഫുൾ ഫോം. CIS എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം, MIS എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. പിന്നെ നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ കോഡിഫിക്കേഷന് വേണ്ടിയിട്ട് റേഞ്ച് ഓഫ് നമ്പേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ആ റേഞ്ച് ഓഫ് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബ്ലോക്ക് കോഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, എൻക്രിപ്റ്റ് ചെയ്ത് അതിന് കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഡേറ്റ വോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അത് പഠിച്ചിരിക്കണം. Then what are the 5 pillars of CAS? CAS-ന്റെ കമ്പോണൻസ് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ 3 കോഡിംഗ് മെത്തേഡ് നിർബന്ധമായിട്ട് പഠിക്കണം. 3 കോഡിംഗ് മെത്തേഡ്, ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ തമ്മിലുള്ള ഡിഫറൻസും പഠിക്കണം കേട്ടോ. ഡേറ്റ എന്ന് പറയുന്ന റോ ആണ്, അതേസമയം ഇൻഫർമേഷൻ പ്രോസസ്ഡ് ആണ്. ഡേറ്റ ഇൻപുട്ട് ആണ്, ഇൻഫർമേഷൻ ഔട്ട്പുട്ട് ആണ്. ദെൻ 3 ടൈപ്സ് ഓഫ് കോഡ്. സീക്വൻഷ്യൽ കോഡ് ഉണ്ട്, നമ്മൾ സീക്വൻസ് ആയിട്ട് ലെറ്ററും നമ്പറും ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് കൊടുക്കുന്നത്, ഇങ്ങനെ കൊടുക്കുന്നതാണ് സീക്വൻഷ്യൽ കോഡ്. കോൺസിക്യൂട്ടീവ് ആയിരിക്കും, അടുത്തടുത്തിട്ടായിരിക്കും ഉണ്ടാക്കുക. ബ്ലോക്ക് കോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഞ്ച് ഓഫ് നമ്പേഴ്സിനെ ഓരോ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്ത് അതിലേക്ക് ഓരോന്ന് അലോട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ബ്ലോക്ക് കോഡ് എന്ന് പറയുന്നത്. 100 മുതൽ 199 വരെ സോപ്പ് എന്നൊക്കെ പറയുന്നത് ബ്ലോക്ക് കോഡാണ്. പിന്നെ വരുന്നതാണ് നിമോണിക് കോഡ്. നിമോണിക് കോഡ് എന്ന് വെച്ചാൽ നമ്മൾ അവിടെ അബ്രിവേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സേ ഫോർ എക്സാമ്പിൾ, ട്രിവാൻഡ്രത്തിൽ നമ്മൾ TVM എന്ന് എഴുതാറുണ്ട്, അത് നിമോണിക് കോഡിന് വരുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് CAS-ന്റെ 3 സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആണ്. പാസ്വേഡ് സെക്യൂരിറ്റി ഉണ്ട്, ദെൻ ഡാറ്റ ഓഡിറ്റ് ഉണ്ട്, ഡാറ്റ വോൾട്ട് ഉണ്ട്. ആ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ നമുക്ക് പഠിക്കുന്നത് CAS-ന്റെ ഫീച്ചേഴ്സ് ആണ്. 4 ഫീച്ചേഴ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത്. CAS-ന്റെ ഫീച്ചേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആണ്, കോംപ്രഹെൻസീവ് ഇൻ നേച്ചർ ആണ്, ആക്യുറസി, സ്പീഡ്, ലൈവ് അപ്ഡേഷനും റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്, ഓൾട്ടറേഷൻസ് വരുത്തുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ ഈസി ആണ്, ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, വൗച്ചർ ആൻഡ് ചെക്ക് പ്രിന്റിംഗ് ഉണ്ട്. ഏതെങ്കിലും 4 ചോദിച്ചാൽ 4 എഴുതിയാൽ മതി. CAS-ന്റെ ഡീമെറിറ്റ്സ് ആണ് പിന്നെ അടുത്തത് പഠിക്കേണ്ടത്. ഡീമെറിറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ 18ാമത്തെ ഡിമെറിറ്റ്സ് പറയുന്നത് കോസ്റ്റ്ലി ആണ്, നമുക്ക് കംപ്ലീറ്റ്ലി അതിനെ വിശ്വസിക്കാൻ പറ്റില്ല, ഹ്യൂമൻ എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്, ഈ എക്സ്പീരിയൻസ് സ്റ്റാഫ് ഇല്ലാന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ഇത്രയാണ് കേട്ടോ. ഇത്ര എന്തായാലും പഠിച്ചിരിക്കണം. ദെൻ ചാപ്റ്റർ 2 സ്പ്രെഡ്ഷീറ്റ് ഫയലിന് നമ്മൾ പറയുന്ന പേരെന്താണ്? സ്പ്രെഡ്ഷീറ്റ് ഫയലിന് നമ്മൾ വർക്ക് ബുക്ക് എന്നാണ് പറയുന്നത്. ഫയൽ എക്സ്റ്റൻഷൻ ഓഫ് എ കാൽക്ക് ഫയലിന്റെ ഫയൽ എക്സ്റ്റൻഷൻ വരുന്നത് .ods ആണ് വരുന്നത്. പിന്നെ അറ്റ് എ ടൈം എത്ര വർക്ക്ഷീറ്റ് നമുക്ക് അവിടെ ഉണ്ടാകും? ഡിഫോൾട്ട് ആയിട്ട് ഒരു വർക്ക്ഷീറ്റ് ആയിരിക്കും നമുക്ക് അവിടെ ഉണ്ടാകുക. വർക്ക് ബുക്കിന്റെ ഡിഫോൾട്ട് നെയിം വരുന്നത് അൺടൈറ്റിൽഡ് 1 ആയിരിക്കും ഉണ്ടാകുക. പിന്നെ ഗിവ് എ നെയിം ഓഫ് എനി 4 സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർസ് വരുന്നതാണ് MS Excel, ലിബർ ഓഫീസ് കാൽക്ക്, ലോട്ടസ് 1 2 3, ഓപ്പൺ ഓഫീസ് കാൽക്ക് ഒക്കെ. ഓക്കെ, റോ ആൻഡ് കോളം ഇന്റർസെക്ട് ചെയ്യുന്നതിന് നമ്മൾ സെൽ എന്നാണ് പറയുന്നത്. ദെൻ ഗ്രൂപ്പ് ഓഫ് സെൽസിന് നമ്മൾ പറയുന്നത്, ഹൈലൈറ്റ് ചെയ്ത് എടുക്കുന്നത്, അതാണ് റേഞ്ച്. ലിബർ ഓഫീസ് കാൽക്ക് എന്ന് പറയുന്നത് ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് വൺ വേർഡ്സ് നമ്മൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ നോക്കാം, നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന, നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ് വരുന്നത്. ഫങ്ഷൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നത് എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് വരുന്നത് ചോദിക്കും. അപ്പോൾ ഇതിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കി,
ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എറർ മെസ്സേജ് ഇങ്ങനെ വരില്ലേ എൻ ബാർ എ എന്ന് പറഞ്ഞിട്ട് ഒരു എറർ മെസ്സേജ് വരില്ലേ അതെന്തിനെ കാണിക്കുന്നത് വാല്യൂ മിസ്സിംഗ് ഇൻ ഫോർമുല ഒന്നെങ്കിൽ ഫോർമുലയിൽ നമ്മൾ ഏതെങ്കിലും വാല്യൂ മിസ്സിംഗ് ഉണ്ട് അല്ലെ ആ ഫംഗ്ഷനിൽ വാല്യൂ മിസ്സിംഗ് ഉണ്ട് എന്നുള്ളതാണ് അത് കാണിക്കുന്നത് ലിബർ ഓഫീസ് കാൽക്കിന്റെ രണ്ട് ഫീച്ചേഴ്സ് ഒന്ന് ഈസി കാൽക്കുലേഷൻ ആണ് ഡേറ്റ അറേഞ്ച് ചെയ്യാം ഡേറ്റാബേസ് ആയിട്ട് സെർവ് ചെയ്യാം പിന്നെ ഡൈനാമിക് ചാർട്ട്സ് നമുക്ക് ഇതിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കൗണ്ട് ഇഫും സം ഇഫിന്റെയും ഫങ്ഷൻസ് എന്നാണ് കൗണ്ട് ഇഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ക്രൈറ്റീരിയ കൊടുക്കുന്നു അതനുസരിച്ചിട്ട് സെൽ റേഞ്ചസ് കൗണ്ട് ചെയ്യുന്നതാണ് കൗണ്ട് ഇഫ് സം റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്രൈറ്റീരിയ കൊടുത്തിട്ട് അതിലെ വാല്യൂസിന്റെ അഡീഷൻ സം ചെയ്തെടുക്കുന്നതാണ് സം ഇഫ് എന്ന് പറയുന്നത് പിന്നെ അതല്ലാതെ ഇതിൽ പല തരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ട് ഫൈനാൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ ഉണ്ട് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ഓഫ് എ ലോൺ കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാണ് പി എം ടി ആണ് പി എം ടിയുടെ സിൻടാക്സ് പി എം ടി റേറ്റ് കോമ എൻ പെർ കോമ പി വി കോമ എഫ് ഇ കോമ ടൈപ്പ് കേട്ടോ അത് വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് സെൽ റെഫറൻസസ് സെൽ റെഫറൻസ് എന്ന് പറയുന്നത് ആദ്യം റിലേറ്റീവ് റെഫറൻസ് ഉണ്ട് റിലേറ്റീവ് റെഫറൻസ് വെച്ചാൽ ഒന്നിന്ന് മറ്റേലേക്ക് നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വാല്യൂ ചേഞ്ച് ആവും ആബ്സൊല്യൂട്ട് സെൽ റെഫറൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് കോപ്പി ചെയ്ത് വേറെ സ്ഥലത്തേക്ക് അത് പേസ്റ്റ് ചെയ്താൽ അതെന്താവില്ല ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഡോളർ സൈൻ ആ സെല്ലിന്റെ വാല്യൂക്ക് മുമ്പായിട്ട് നമ്മൾ കൊടുക്കും ദെൻ മിക്സഡ് റെഫറൻസ് എന്ന് വെച്ചാൽ അതിൽ ചില ഭാഗം മിക്സഡ് ആയിരിക്കും ചിലത് റിലേറ്റീവ് ആയിരിക്കും മാറുന്നതായിരിക്കും ഓക്കെ പിന്നെ ഡിഫറെന്റ് ഫൈനാൻഷ്യൽ ഫങ്ഷൻസ് വരുന്നുണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ നിന്ന് എല്ലാ സിൻടാക്സും പഠിക്കണം ഓക്കെ പി വിയുടെ പഠിക്കണം പി എം ടിയുടെ പഠിക്കണം എഫ് വിയുടെ പഠിക്കണം എൻ പി വിയുടെ ഒക്കെ പഠിക്കണം മിനിമം ഫംഗ്ഷൻ മാക്സിമം ഫംഗ്ഷൻ അങ്ങനെ വരുന്ന എല്ലാ തരത്തിലുള്ള ഫംഗ്ഷൻസും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം ചാപ്റ്റർ 3 യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഇൻ ബിസിനസ് ആപ്ലിക്കേഷൻ ഇതിൽ ചോദിക്കാറുണ്ട് ബി പി ബേസിക് പേ ഡി എച്ച് ആർ ട്രാവലിംഗ് അലവൻസ് മറ്റ് അലവൻസ് എല്ലാം കൂടി ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് എന്താണ് ഗ്രോസ് പേ ആണ് നമുക്ക് അവിടെ കിട്ടുന്നത് ദെൻ പി എഫ് പി ടി ടി ഡി എസ് പ്ലസ് അതർ ഡിഡക്ഷൻസ് എല്ലാം ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ ഡിഡക്ഷൻ ആണ് ആ ഗ്രോസ് പേന്ന് ടോട്ടൽ ഡിഡക്ഷൻ കുറച്ചാൽ നമുക്ക് നെറ്റ് പേ കിട്ടും മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ഓഫ് എ ലോൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് പി എം ടി ടാഗ് പി എം ടി ഫംഗ്ഷൻ ആണ് ഓക്കെ പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഗ്രോസ് സാലറി കാണാനും അതിൻ്റെ ആ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ ആ ഇക്വേഷൻ വൈസ് ആയിട്ടുള്ളത് പഠിക്കണം കേട്ടോ പേറോളിൻ്റെ കമ്പോണൻസ് വരുന്നതാണ് ബേസിക് പേ ഗ്രേഡ് പേ ഡിയർനെസ് അലവൻസ് എച്ച് ആർ ട്രാൻസ്പോർട്ട് അലവൻസ് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് മറ്റ് അലവൻസസ് എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് ഗ്രോസ് പേ കിട്ടും ഡിഡക്ഷൻസ് വരുന്നതാണ് പി എഫ് പി ടി ടി ഡി എസ് റിക്കവറി ഓഫ് ലോൺ ഇൻസ്റ്റാൾമെന്റ് അതർ ഡിഡക്ഷൻ എല്ലാം കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടും ടോട്ടൽ ഡിഡക്ഷൻസും കിട്ടും ചാപ്റ്റർ 4 ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്സ് ഫോർ ബിസിനസ് ഡേറ്റ 4 ടൈപ്പ് ഓഫ് ചാർട്ട്സ് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോളം ചാർട്ട് ബാർ ചാർട്ട് പൈ ചാർട്ട് ലൈൻ ചാർട്ട് പൈ ചാർട്ട് വിത്ത് ഹോൾ ഇൻ ദ മിഡിൽ അതിന് പറയുന്നതാണ് ഡോണറ്റ് ചാർട്ട് പിന്നെ അതേപോലെ തന്നെ ഡേറ്റ ഇൻ റിംഗ്സ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് ഡോണറ്റ് ചാർട്ട് തന്നെയാണ് പിന്നെ ചാർട്ട്സിന്റെയും ഗ്രാഫ്സിന്റെയും അഡ്വാൻറ്റേജസ് ചോദിക്കും അക്സെപ്റ്റബിലിറ്റി കമ്പയറബിലിറ്റി എക്കോണമി സിംപ്ലിസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ ദെൻ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്നത് എന്താണ് ഗ്രാഫ് ചാർട്ട് ആണ് ഓഡ് വൺ നോർമൽ പൈ ചാർട്ട് ഡോണറ്റ് ചാർട്ട് എക്സ്പ്ലോർഡ് ഡോണറ്റ് ചാർട്ട് ബാർ ചാർട്ട് ബാക്കിയെല്ലാം ഡോണറ്റ് ചാർട്ടുമായി ബന്ധപ്പെട്ടാണ് ബാർ ചാർട്ടാണ് ഓഡ് വൺ വരുന്നത് ഓക്കെ ദെൻ ജിഎൻയു ഖാത്തയിൽ നമ്മൾ എല്ലാ തരത്തിലുള്ള ഷോർട്ട് കട്ട് കീസ് പഠിക്കണം കേട്ടോ എങ്ങനെ ജിഎൻയു ഖാത്തയിൽ നമുക്കൊരു അതിലുള്ള ഓർഗനൈസേഷൻ ടൈപ്സ് ഏതൊക്കെയാണ് കോമൺലി യൂസ്ഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ് കോമൺലി യൂസ്ഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് വരുന്ന ടാലി പീച്ച് ട്രീ ജിഎൻയു ഖാത്ത ഡാക്കീസി ആണ് പിന്നെ ഓപ്ഷൻസ് ഇൻ മെനു ബാർ ജിഎൻയു ഖാത്തയിൽ മെനു ബാറിൽ വരുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ് മാസ്റ്റർ അഡ്മിൻ വൗച്ചർ റിപ്പോർട്ട് ഹെൽപ്പ് പിന്നെ അതേപോലെ തന്നെ ദർ ആർ ഹൗ മെനി സിസ്റ്റം ജനറേറ്റഡ് ലെഡ്ജർ അക്കൗണ്ട് ജിഎൻയു ഖാത്തയിൽ സിസ്റ്റം ജനറേറ്റഡ് എത്ര ലെഡ്ജർ അക്കൗണ്ട്സ് ഉണ്ട് 4 ഉള്ളത് ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെ ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യാം ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ എന്ത് ചെയ്യണം ക്രിയേറ്റ് ഓർഗനൈസേഷനിൽ ക്ലിക്ക് ചെയ്യണം എന്നിട്ട് ഓർഗനൈസേഷൻ നെയിം അപ്പർ കേസിൽ കൊടുക്കണം ദെൻ ലോവർ കേസ് ആണെങ്കിൽ അത് കൊടുക്കണം ഏത് ടൈപ്പാണ് പ്രോഫിറ്റ് മേക്കിംഗ് ആണെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ അക്കൗണ്ട്സ് ഉള്ളി യൂസർ നെയിം പാസ്വേഡ് കൺഫേം പാസ്വേഡ് ബാക്കി ക്രിയേറ്റ് ആൻഡ് ലോഗിൻ ചെയ്താൽ മതി പിന്നെ യൂസ് ഷോർട്ട് കീസും പ്രീ ഡിഫൈൻഡ് വൗച്ചർ ടൈപ്സും അതെന്തായാലും പഠിക്കണം കേട്ടോ റെസീപ്റ്റ്സ് ഉണ്ട് അതിന് ഷോർട്ട് കട്ട് കീ F4 ആണ് എല്ലാ റെസീപ്റ്റ്സും റെക്കോർഡ് ചെയ്യാൻ പേയ്മെന്റ്സ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ F5 ആണ് സെയിൽസ് റെക്കോർഡ് ചെയ്യാൻ F6 ആണ് പർച്ചേസിന് F7 കോൺട്രാ F8 ജേർണൽ F9 സെയിൽസ് റിട്ടേൺ Ctrl+1 പർച്ചേസ് റിട്ടേൺ Ctrl+2 ക്രെഡിറ്റ് നോട്ട് Ctrl+3 ഡെബിറ്റ് നോട്ട് Ctrl+4 പിന്നെ ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് F8 സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് F9 കമ്മീഷൻ റിസീവ്ഡ് ഓക്കെ അത് വേറെയാണോ
സോറി, അത് കംപ്ലീറ്റ് ചെയ്യാൻ മാറിപ്പോയി. അപ്പോൾ വൗച്ചർ ടൈപ്സ് ഉണ്ടല്ലോ, ഇവിടം വരെ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. വൗച്ചർ ടൈപ്സ് വരുന്നത് ഈ ഒരു Ctrl+4 വരെയുള്ളത് പഠിക്കണം. പിന്നെ ഇങ്ങനെ ഒരു ടേബിൾ തന്നിട്ട് മേ ബി അത് ഏത് അക്കൗണ്ടിൽ വരും, ഏത് ഗ്രൂപ്പിൽ വരും, ഏത് സബ് ഗ്രൂപ്പിൽ വരും, വൗച്ചർ ടൈപ്പ്, അതിന്റെ ഫംഗ്ഷൻ കീ പഠിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം പഠിച്ചിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ അടുത്തതാണ് ലാസ്റ്റ് വൺ, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഓർഗനൈസ് കളക്ഷൻ ഓഫ് ഡേറ്റയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അത് DBMSന്റെ ഫുൾ ഫോം ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, SQLന്റെ ഫുൾ ഫോം സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്, ബേസ് ഫയലിന്റെ എക്സ്റ്റൻഷൻ വരുന്നത് .odb ആണ്. യൂണിക് ആട്രിബ്യൂട്ട് ഓഫ് ആൻ എൻറ്റിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൈമറി കീ എന്ന് പറയുന്നത്. കമ്പോണൻസ്, DBMSന്റെ കമ്പോണൻസ് വരുന്നതാണ് ടേബിൾസ്, ക്വറീസ്, ഫോംസ്, റിപ്പോർട്ട്സ്. ദെൻ എങ്ങനെ നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ലിബ്രെ ഓഫീസ് ബേസ് ഓപ്പൺ ചെയ്യുക. അതിൽ ദെൻ ടേബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഡിസൈൻ വ്യൂവിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഫീൽഡ് നെയിം, ഫീൽഡ് ടൈപ്പ്, ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. പ്രൈമറിക്ക് സെറ്റ് ചെയ്യുക, ടേബിളിന് ഒരു പേര് കൊടുത്ത് സേവ് ചെയ്താൽ സെറ്റായി. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 20-ൽ ഒരു 15 മാർക്ക് എന്തായാലും ഷുവറായിട്ടും സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം ഇത് വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക് യു.